നമുക്ക് ടിക്കറ്റ് കിട്ടിയേക്കാണ്. ഇതാണ് മാപ്പ് വരുന്നത്. സൈറ്റ് ഓഫ് ദാൻഫങ് ഗേറ്റ്. ഇങ്ങനെ ഒരു സിനിമ രൂപത്തിലാണ് ഇവിടെ ഫുള്ള് ഹിസ്റ്ററി ആയിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ പണ്ടത്തെ യുദ്ധത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കണ രീതിക്കൊക്കെ വെച്ച് അങ്ങനെ അവസാനത്തെ മുസ്തഫയുടെ ഫോട്ടോ വന്നേക്കാണ്. വെച്ചിട്ടുള്ള സംഭവമാണ് ഇത് വരുന്നത്. അങ്ങനെ കൊട്ടാരത്തിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ മുസ്തഫ, ഇറാഖി മുസ്തഫ. അങ്ങനെ നമ്മളവിടെ ഗെയിംസ് ഒക്കെ കളിച്ച് നമുക്ക് 2 ഗിഫ്റ്റ് കിട്ടിയേക്കാണ്. ഇത് അങ്ങനെ ഞാൻ മുസ്തഫാനെ ഒരു ഡ്രൈവർ ആക്കിയേക്കാണ്. പിള്ളേരുടെ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സിയാനത്തെ ഒരു ദാമിങ് പാലസ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി നേരെ മെട്രോ എടുത്തു. ഇതാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ഹാൻ യുവാൻ ധ്യാൻ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയേക്കണത്. അപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഇറാഖി ഫ്രണ്ട് മുസ്തഫയുണ്ട്. മുസ്തഫ അങ്ങനെ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പോവുകയാണ്. ഇത് ഇവിടെ QR കോഡ് ഉണ്ട് ഫോണിൽ. ഈ QR കോഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എക്സിറ്റ് അടിച്ച് നമുക്ക് പോകേണ്ടത് ഇത് ദാമിങ് പാലസ് നാഷണൽ ഹെറിറ്റേജ് പാർക്ക് എക്സിറ്റ്. ഇത് ഇവിടേക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ടുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ ഇവിടെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദാമിങ്ങിൻ്റെ ഇത് വെച്ചേക്കുന്നത്. പിന്നെ അപ്പുറത്തേക്ക് ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് കാണാൻ പറ്റുക നോക്കാം. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമുക്ക് ക്ലാസ് ഇല്ല. ഇപ്പോൾ ഇനി മെയ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു ഏകദേശം 1 വീക്കോളം ലീവാണ്. അപ്പോൾ നമുക്ക് എക്സാമും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതായത് ഈ ലീവ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഒരു ഔട്ടിങ് പോലെ ചുമ്മാ ഒന്ന് ഇറങ്ങിയത്. കാസിലിൻ്റെ അവിടേക്കുള്ള എൻട്രൻസിലോട്ട് കയറി. ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഗാർഡനാണ്. ഇവിടെ ഒരു കിങ്ങിൻ്റെ ഗാർഡനാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പിക്നിക് സ്പോട്ടായിട്ട് ഇവിടെ കുറേ ചെറിയ കുഞ്ഞ് ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ചെറിയ കുട്ടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്തഫ കുട്ടീനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്തഫയ്ക്ക് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ക്യൂട്ട് കുട്ടികളെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഒരു 5 ദിവസം ഇവിടെ ഹോളിഡേയ്സാണ് വരുന്നത്. അത് കാരണം എല്ലാവരും ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് വന്നേക്കുകയാണ്. ഇവിടെ ഒരു പിക്നിക് സ്പോട്ട് പോലെയുള്ള സ്ഥലമാണ്. പിള്ളേരൊക്കെ ഈ സ്പ്രിംഗ് ടൈമിൻ്റെതായിട്ട് ഇവർക്ക് പെയിൻറ്റിങ് കോമ്പറ്റീഷനും കാര്യമൊക്കെ ഉണ്ട്. പിൻഷാങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവത്തിൻ്റെയാണ്. വരച്ച സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ താങ് ഡൈനാസിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്നിട്ടൊരു ചില്ലായിട്ട് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഷോപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും വെൻഡിങ് മെഷീനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ QR സ്കാൻ ചെയ്യുക, പൈസ പേ ചെയ്യുക. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ QR സ്കാൻ ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇതിന് 1 മണിക്കൂറിന് വരുന്നത് 10 യുവാനാണ്. നാട്ടിലത്തെ 120 രൂപ. പിന്നെ നമുക്ക് ഈ പാലസിൻ്റെ അതായത് ഈ പാർക്ക് മൊത്തം കാണിക്കണ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ സൈക്കിൾ എടുക്കാം. സൈക്കിൾ എടുക്കണതിന് അരമണിക്കൂറിന് വരുന്നത് 30 യുവാൻ എന്താണ് വരുന്നത്. അതായത് നാട്ടിലത്തെ ഒരു 450 രൂപ. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടിയുണ്ട്, അതും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഇലക്ട്രിക് ആയിട്ടുള്ള ഇവിടെ വണ്ടി വരുന്നത്. ഇത് ഇവിടെ ഒരു ടൈഗറിൻ്റെ പോലെയും പാണ്ടാൻ്റെ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 യുവാൻ ഡെപ്പോസിറ്റ് ആദ്യം കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു അതായത് 180 യുവാൻസ് 1 മണിക്കൂറിനാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് ഇതിൽ മൊത്തം ഇവിടെ കറങ്ങി നടക്കാവുന്നതാണ്. നമ്മൾ പോകുന്നത് ഇതാണ് ഈ ഹാൻ യുവാൻ പാലസ് ഹാളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഈ ഹാൻ യുവാൻ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ വണ്ടീൻ്റെ കാര്യം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പാർക്കിൻ്റെ ഉള്ളിൽ മാത്രമാണ് റൗണ്ട് അടിക്കുന്നത്. പാർക്കിൻ്റെ ഉള്ളിലത്തെ മെയിൻ സ്പോട്ടിലോട്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലസ് കാണലാണ്. നമുക്ക് അവിടെ പോയിട്ടുള്ളത് കാണാം. Mango ice cream and he is eating chocolate. This is chocolate ice cream. How is it? Right. Yeah, this one is good. This is like just 4 yuans. Rate it. Rate it from 10. On 10 I can give like around 8. 8.5. 7. ടിക്കറ്റ് മേടിക്കണം ഇവിടെ. അപ്പോൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് QR വെച്ചിട്ട് നേരെ ഇതാക്കി ടിക്കറ്റ് മേടിക്കാം. പക്ഷേ നമുക്ക് പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവരുടെ ID കാർഡുള്ളവർക്ക് മാത്രമാണ് QR വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ടിക്കറ്റ് കിട്ടിയേക്കാണ്. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ടിക്കറ്റിന് വരുന്നത് 60 യുവാൻസ് ആണ്. 60 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 720 രൂപ 730 രൂപ. പിന്നെ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത് ആകെ 30 യുവാൻസ് ആണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ചൈനയിൽ വരികയാണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് നല്ല കാര്യമുണ്ട്. കാരണം നമുക്ക് സ്റ്റുഡൻസ് ആണെന്ന് വെച്ചാൽ മിക്ക പ്ലേസസിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ. ഇതാണ് മാപ്പ് വരുന്നത്. സൈറ്റ് ഓഫ് ദാൻഫങ് ഗേറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈറ്റ് ഓഫ് ഹാൻയാങ് ഹാൾ പോകാനുണ്ട്, ഹാൻയുവാൻ ഹാൾ. പിന്നെ ഈ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പിന്നെ മൊത്തം പോകാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ ഇനി ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് QR കാണിച്ചിട്ട് നേരെ നമുക്ക് ഉള്ളിലോട്ട് പോവാണ്. നമ്മുടെ QR സ്കാൻ ചെയ്ത് നമ്മൾ നേരെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാലസിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിയാനിലെ ദാമിങ് പാലസ്. ദ സൈറ്റ് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ രാജഭരണകാലത്തെ ആ ഡ്രെയിനേജ് സിസ്റ്റത്തിനൊക്കെ ഇവർ സൂപ്പറായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇതാണ് ദാമിങ് പാലസ് ഹെറിറ്റേജ് മ്യൂസിയം വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മ്യൂസിയത്തിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇവർ ഇത്രയും സൂപ്പറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലൊക്കേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. താങ് ഡൈനാസിൻ്റെ മെയിനായിട്ട് അവർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഏകദേശം 220-230 വർഷത്തോളം ഇവർ ഉണ്ടായിരുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പിന്നെ ആർക്കിയോളജി പരമായിട്ട് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് ഒരു പുതിയ മോഡലിലാക്കിയിട്ട് ഇവിടെ ഫുള്ള് ഇതാക്കി സേവ് ചെയ്ത് വെച്ചേക്കണം. അതായത് എക്സിബിഷൻ പോലെ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ സ്റ്റോറീസൊക്കെ കാണിക്കുന്നുണ്ട്, പഴയ സ്റ്റോറീസൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് താങ് ഡൈനാസിൻ്റെ ഒരു ചെറിയ സ്ഥലം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഒരുവിധം കുറേ ഡൈനാസിൻ്റെ ഹാൻ ഡൈനാസി, ചുൺ ഡൈനാസി, അങ്ങനെ കുറേ ഡൈനാസീൻ്റെയൊക്കെ ഓരോ ഫാമിലീൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജനറൽ ലേ ഔട്ട് ഓഫ് ദാമിങ് പാലസ് എന്ന് പറഞ്ഞ് ഇവിടെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 3.2 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്ഥലം വന്നേക്കുന്നത്. നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങൾ വരും. അത് ഫുള്ളായിട്ട് ഇവിടെ മാപ്പിൽ ഫുള്ള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയനെ ഫുള്ള് ഇതാക്കിയിട്ട് മുകളിൽ നിന്ന് ലൈറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സംഭവം ചെയ്തിട്ടാണ് ഒരു പ്രൊജക്ടർ സ്ക്രീൻ പോലെ വെച്ചിട്ടാണ് ഇതാക്കിയേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഹിസ്റ്ററി പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. മെയിനായിട്ട് ഇവിടെ 3 പാലസാണ് ഉണ്ടായിരുന്നത്. തായ്ജി, ദാമിങ്, സിങ്ജിങ് പാലസാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചങ്കാൻ സ്ഥലത്ത് വരുന്നത്. അതായത് നമ്മുടെ ഷാൻസി പ്രോവിൻസ് നമ്മളുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന 3 പാലസുകളെയാണ് ഇവർ ഇതാക്കിയേക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പഴയ ഒരേ സാധനങ്ങളൊക്കെ കൊത്തുപണി ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക് ആർക്കിടെക്ചർ ഫ്രം എ ഗോൾഡൻ ഏജ്, അതാണ് ഈ സംഭവം ഉള്ളത് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ലാംപ് സ്റ്റാൻഡ് വിത്ത് ഡ്രാഗൺ ഡിസൈനാണ്. ഇതിൽ ഡ്രാഗൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. കൊത്തുപണിയൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ പ്രൊജക്ടർ സ്ക്രീനിലാക്കിയിട്ട് ഇവിടെ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യണ രീതിക്ക് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കുറേ ആ മാപ്പ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലേക്ക് ഉണ്ട്, ബോട്ടിങ്, പിന്നെ ഇവിടെ ഒരു കുതിരയോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ആ പഴയ ഒരു കൊട്ടാര ജീവിതം കാണിക്കുന്ന രീതിക്കാണ് ഇത് മൊത്തം പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്കും അതേപോലെ തന്നെ ഫുള്ള് നമുക്ക് സ്ക്രീനിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ദാമിങ് പാലസിൻ്റെ മൊത്തം ഔട്ട്ലൈനും കാര്യങ്ങളും, മാപ്പ് ഓഫ് ആൻഷ്യൻറ്റ് മോഡേൺ കൺട്രോൾ ദാമിങ് പാലസ്, ആ ഒരു സംഭവമൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പണ്ടത്തെ അവരുടെ റൂഫിൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടുത്തെ കൊത്തുപണി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ കൊത്തുപണികൾ തന്നെയാണ്, ഇന്ത്യൻ കൊട്ടാരത്തിലെ ഓരോ കൊത്തുപണികൾ തന്നെയാണ് കുറച്ചും കൂടി സൂപ്പറായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്, ഓരോ കൊത്തുപണിയുടെ സാധനങ്ങളുടെയൊക്കെ അതിൻ്റെ 3D സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് AI റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കണ ഏതൊക്കെ സ്ട്രക്ചറാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് നോക്കിയിരുന്ന് പഠിക്കാവുന്നതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ദാമിങ് പാലസ്, അതിൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോറീസ് മൊത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ പാലസിൻ്റെ ആ രൂപത്തിലുള്ള സാധനത്തിന് എങ്ങനെയാണ് അവർ പണിതെടുത്തേക്കണതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നതും, അതേപോലെ കൂടുതൽ നമ്മുടെ ഹിസ്റ്ററീനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുള്ളത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നാട്ടിലും ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ മൈസൂർ പാലസ് ആയാലും ഇങ്ങനെയൊക്കെ ഒരു രീതിക്ക് അവർ പോർട്രേറ്റ് ചെയ്ത് തരികയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. ഇവിടെ പിന്നെ വേറെ കുറേ രീതിക്കുള്ള കൊത്തുപണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഫേസ് ഷേപ്ഡ് ടൈറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ലോട്ടസിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേപ്പിൻ്റെ ഒരു ഡിസൈനിലുള്ള അതിൻ്റെ മുകളിൽ ഒരു അനിമലിനെയും വെച്ചിട്ടുള്ളത് ടൈൽസാണ്. ഇവിടെ യൂസ് ചെയ്ത് തരുന്ന ഓരോ ടൈൽസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു സിനിമ രൂപത്തിലാണ് ഇവിടെ ഫുള്ള് ഹിസ്റ്ററി ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇവർ പണി നടത്തി തരുന്നതും കാര്യങ്ങളൊക്കെ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഇവർ കാണിച്ചു തരികയാണ്. ഇവിടെ പിന്നെ ഒരു 3D സ്ട്രക്ചറിലാക്കിയിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും ഏതൊക്കെ റൂളേഴ്സാണ് കാര്യങ്ങളൊക്കെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതാണ് ഹനുമാൻ ഹാൾ എന്ന് വരുന്നത്. പണ്ടത്തെ അതിൻ്റെ ആ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. പിന്നെ ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു രാജഭരണത്തിൻ്റെ സമയത്ത് കിങ്ങിനെ വെച്ചിട്ടുള്ള സംഭവം വെച്ചിട്ട് നേരെ ഇവിടെ ആൾക്കാർ ഓഫറിങ്സ് കൊടുക്കുന്നതും പട്ടാള ഭടന്മാരുടെയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശ്വാൻ ജങ് ഹാൾ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഹാളും ഉണ്ട്, സീച്ചൻ ഹാൾ. ഇങ്ങനെ ഓരോ ഹോൾ രീതിക്കൊക്കെ ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് 3 മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹോൾസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഹാളിൽ നടക്കുന്ന കുറച്ച് പരിപാടികളിലൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അവിടെ ഒരു ഫൈറ്റിങ്ങിൻ്റെ സീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഡാൻസിൻ്റെ ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ജപ്പാനിൽ നിന്ന് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഈ കിങ്ഡം, അതായത് പാലസിൻ്റെ ഉള്ളിൽ നടന്നിരുന്ന പരിപാടികളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവർ കഴിച്ചിരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷൊക്കെയാണ് അതിൽ കാണിച്ചേക്കുന്നത്. അങ്ങനെ ഹോട്ട് പോട്ട് രീതിക്കുള്ള ഫുഡൊക്കെ അന്ന് മുതലേ ഈ സംഭവങ്ങൾ ഹോട്ട് പോട്ടൊക്കെ ഇവിടുത്തെ മെയിൻ ഫുഡ് തന്നെയാണ്. ഇവിടെ പണ്ടത്തെ യുദ്ധത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ എൻ്റർടൈനിങ് ആയിട്ട് ഇവിടെ നേരെ സ്ക്രീനിലോട്ട് നമുക്ക് ഗെയിം കളിക്കണ രീതിക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ രാജ്യ ടീംസായിട്ട് നമ്മൾ ഗെയിം കളിക്കണതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്തഫയുടെ കുതിരകൾ ഇതേ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മുസ്തഫയുടെ കുതിരകൾ. മുസ്തഫ, യു വോൺ ഓർ ലോസ്? I will win. Oh, no, I'm gonna lose. You're gonna lose. No, still you have the 3 horses. ഇത് കുതിരയായിട്ടുള്ള ഫൈറ്റിംഗ് അല്ല, ഇത് പോളോ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്തഫ ഗോൾ അടിക്കാറായിട്ടുണ്ട്. ഇവിടെ ഇനി വേറെ വരുന്നത് മുസ്തഫ രാജകുടുംബത്തിലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചൈനീസ് രീതിക്കുള്ള ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ മുസ്തഫ ഫേസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്തഫ രാജകുടുംബത്തിലെ ഏത് രാജാവാകും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇനി മുസ്തഫയ്ക്ക് വേണ്ട ഏതാണോ ഡ്രസ്സ് വേണ്ടത് എടുക്കാം. അപ്പോൾ മുസ്തഫ ആ ഡ്രസ്സാണ് എടുത്തേക്കണത്, ആ ഹാൻഡ് ഫുഡ് ഡ്രസ്സാണ് എടുത്തേക്കണത്. ചേച്ചി അതെടുത്ത് ഓക്കെ അതെടുത്ത്. മുസ്തഫ നല്ല സുന്ദരനായിട്ടുണ്ട്. മുസ്തഫ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ക്യാരക്ടർ? It's good, perfect. മുസ്തഫ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുസ്തഫ നല്ല സുന്ദരനായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ വരുത്തിയാണ് മുസ്തഫ. ഞാൻ അവസാനത്തെ മുസ്തഫയുടെ ഫോട്ടോ വന്നേക്കാണ്. രാജാവിൻ്റെ ഭാര്യ മുസ്തഫ. നമ്മൾ രാജാവായ എങ്ങനെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം. മുസ്തഫ, കിങ് മുസ്തഫ. അതേപോലെ ഞാനും ആയിട്ടുണ്ട്, ഞാനും കിങ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡാൻസ് ഷോ നടക്കുന്നുണ്ട്. ഇതാണ് പഴയ ചൈനയുടെ രൂപങ്ങൾ വെച്ചേക്കണത്. ചൈനേൻ്റെ പഴയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള സംഭവമല്ല, പണ്ടത്തെ ഗ്രാമങ്ങളും സാധനങ്ങളും അതിനൊരു പോർട്രേറ്റ് ചെയ്തിട്ടുള്ള രീതിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പണ്ടത്തെ വീടുകൾ, സാധനങ്ങൾ, പിന്നെ അന്ന് ഇലക്ട്രിസിറ്റി വന്നതിൻ്റെ പോസ്റ്റ്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, കറണ്ടിൻ്റെ കാര്യങ്ങളും. പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈപ്പിംഗ് എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്, ലോക്ക്. അതിനുശേഷം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ. ഇവിടെ ഈ ദാമിങ് പാലസിൻ്റെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഐസ്ക്രീം. ഇതെല്ലായിടത്തും ചൈനയിലത്തെ ഒരു മെയിൻ സംഭവമാണ്. ഏതാണോ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലം അതിനെ ആർക്കിടെക്റ്റ് ആ ഒരു രീതിക്ക് അച്ചിലാക്കിയിട്ട് ഇവർ ഐസ്ക്രീമൊക്കെ വെക്കുന്നതാണ്. ഇതിനൊരു സൊവനിയർ കിട്ടുന്ന ഷോപ്പാണ്. ഇവിടെ മൊത്തം ഈ രാജകൊട്ടാരത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൾച്ചർ ആൻഡ് ക്രിയേറ്റീവ് കുറച്ച് സൊവനിയർ ഐറ്റംസാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ ദാമിങ് പാലസിൻ്റെ ഇത് 16 യുവാനും കൂടെ വരുന്നുള്ളൂ ഇതിന്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ രീതിക്കുള്ള സൊവനിയർ ഐറ്റംസും ഇലയിൽ തീർത്തൊരു സ്പെഷ്യൽ ഐറ്റം, ഇലയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് ഒറിജിനൽ ഇലയിൽ തന്നെ തീർത്തിട്ടുള്ള ദാമിങ് പാലസിൻ്റെ ഒരു രൂപമാണ് വെച്ചേക്കുന്നത്. 69 യുവാനാണ് ഇതിന് വരുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചായേൻ്റെ പോട്ടുകളൊക്കെ വരുന്നത്. പിന്നെ അംബ്രല്ല സ്ഥലം വരുന്നത് ഈ പാർക്ക് ഗ്രൗണ്ടൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്, അതായത് ബേസ്മെൻറ്റിലോട്ടാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫുള്ള് മ്യൂസിയം ഉള്ളത്. ഇത് ഈ ഫുൾ ഏരിയേൻ്റെ ദാമിങ് പാലസ് എന്ന് പറഞ്ഞ ഏരിയേൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മൊത്തം പണ്ടത്തെ ദാമിങ് പാലസിൻ്റെ ഏരിയ വരുന്നത്. അതിനുശേഷം അവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ലേക്കൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് മിനിയേച്ചർ രൂപത്തിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലേക്കൊക്കെ ഇവിടെ ഒറിജിനലായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇതാണ് ആ മിനിയേച്ചർ രൂപത്തിൻ്റെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇവിടെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്തും കാര്യങ്ങളൊക്കെ നമുക്കിത് ഫുള്ളായിട്ട് കാണാം, പഠിക്കാം. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്വാനിയാങ് ഹാളിൻ്റെ തന്നെ മെയിനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വാങ് സിയാങ് തായ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആയിരുന്നു. അത് പക്ഷേ ഡിമോളിഷായി പോയി. വാറിൻ്റെ സമയത്തൊക്കെ അത് ഫുള്ള് ഡിമോളിഷായി. അപ്പോൾ അതിൻ്റെ ബേസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തു, ചൈനക്കാരെന്ത് ചെയ്തു, ഇവിടെ ഒരു വിൻഡോ ആക്കിയിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ആ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് കറക്റ്റ് ആംഗിളിലാക്കിയിട്ട് വെച്ചിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ സംഭവം വെച്ചേക്കണത്. ഇതാണ് നമ്മൾ ആ വിൻഡോന്ന് കണ്ട ആ സംഭവത്തിൻ്റെ
ഇവർ ഇവിടെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ അവർ ആ വിൻഡോൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള സംഭവം എത്ര ആക്യുറേറ്റ് ആയിരുന്നു എന്നുള്ളത്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ ബേസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. ബാക്കിയൊക്കെ ഡിമോളിഷായി പോയി. ഏകദേശം 2000-2500 വർഷം പഴക്കമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ ഇവർ മിനിയേച്ചർ രൂപത്തിലും ഇതൊക്കെ ആക്കിയിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ലേക്ക് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ലേക്കിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരത്തിൻ്റെ, ബെയ്ജിങ്ങിലുള്ള രാജകൊട്ടാരത്തിൻ്റെ 4.5 ഇരട്ടി വലുപ്പമുള്ള ഒരു സ്ഥലമാണ് ഈ ദാമിങ് പാലസ് എന്ന് പറയുന്നത്. ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇതിൽ കുറേ ഹാൻഡ് ഫുട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഗാർഡൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് ഡാൻസിൻ്റെയും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു എൻട്രൻസും കവാടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അവിടേക്ക് നേരെ രാജാവിന് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. മുസ്തഫ നോക്കുന്നുണ്ട് കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. മുസ്തഫ കയറി. അങ്ങനെ രാജകൊട്ടാരത്തിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ ഇറാഖി ഫ്രണ്ട് മുസ്തഫ. ചൈനീസ് രാജകൊട്ടാരത്തിലെ കുടുംബത്തിൽ ഇരിക്കുന്നു, രാജാവായിട്ടിരിക്കുന്നു. ഇവിടെ മുസ്തഫ ഡ്രംസൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പം മുസ്തഫയും കുട്ടികളുണ്ട്. ഒരു ചെറിയ കുട്ടി. നീ 喜欢这个地方吗？喜欢。你几岁了？6岁。അങ്ങനെ നമ്മൾ പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ കുറേ ഫുഡ് സ്റ്റോളുകളുണ്ട്. ചെറിയ ഐസ്ക്രീം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാർക്കൊക്കെ ഉണ്ട് ആ സൈഡിലോട്ട്. ഇത് നമ്മുടെ മറ്റേ ആ പ്ലേ ഗ്രൗണ്ട്, അതായത് പാർക്കിൻ്റെ സൈഡിലുള്ള കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ എന്തൊക്കെയോ പാട്ടും സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം അവിടെ പോയിട്ട്. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്. എന്നാലും നമ്മളും സാധനം ചെയ്തിട്ടുണ്ട്. ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് പൈസ ഒന്നും കൊടുക്കണ്ട. ഇനി നേരെ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഇവിടെ നേരെ ഉള്ളിലോട്ട് പോകണം. ചെറിയ കുട്ടികൾക്കുള്ള സംഭവമാണ്. നമ്മളൊന്ന് കളിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ എന്താ ഒരു പരിപാടിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത് വെള്ളം താക്കിയിട്ട് ഇതിലേക്ക് തെറിപ്പിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അടുത്ത മുസ്തഫ കളിക്കുന്നുണ്ട്. അടുത്ത ഗെയിംസ് നമ്മൾ വന്നേക്കണം. നമ്മൾ പാവേനെ വാഷ് ചെയ്യണം. പാവ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ സാധനത്തിന് ഇങ്ങനെ വെക്കണം. ഓരോ ചെറിയ ചെറിയ ഗെയിംസ്. അങ്ങനെ ഗെയിംസ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടുന്ന സംഭവമാണ്. നമുക്കിപ്പോൾ ഓൾറെഡി കാക്ടസ് കിട്ടിയിട്ടുണ്ട്. മുസ്തഫ കളിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുസ്തഫേൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ക്രയോൺസിൻ്റെ കളറായിട്ടുണ്ട്. ഇനി അത് വാഷ് ചെയ്ത് കാണിക്കാന്ന്. ഓക്കെ. ഹാ看了，哇，没了，小鸟表，没了很喜欢了。അത് മൊത്തം ക്ലീൻ ആക്കിയൊക്കെയാണ്. ഇപ്പോൾ ഇതിലൊരു ആ കളറിൻ്റെ ഒന്നും തന്നെ കാണാനില്ല. അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 2 6 ഗെയിം മൊത്തം കളിച്ചേക്കാണ്. 6 ഗെയിം കളിച്ചിട്ട് നമുക്ക് ഇവിടെ എന്താ ഗിഫ്റ്റ് കിട്ടുക നോക്കാം. നമുക്കിവിടെ കൊടുത്തു നോക്കാം. ദോഫൂലാ. അങ്ങനെ നമ്മളവിടെ ഗെയിംസൊക്കെ കളിച്ച് നമുക്ക് 2 ഗിഫ്റ്റ് കിട്ടിയൊക്കെയാണ്. ഇത് മുസ്തഫയ്ക്ക് കളറായിട്ടുള്ള ഒരു കവറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ പാവുണ്ട്. ഓട്ടോള തിങ്സ്. ഓക്കെ. ദെൻ ക്യാക്ടസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സൈക്കിൾ എടുത്തേക്കാണ്. നമ്മൾക്ക് ഇനി അപ്പുറത്തെ സൈഡിലോട്ട് എത്തണം. അപ്പോൾ സൈക്കിളിൻ്റെ ഡെപ്പോസിറ്റ് വരുന്നത് 200 യുവാൻസും പിന്നെ 1 മിനിറ്റിന് 1 യുവാൻ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുകയാണ് ഗൈസ്. ബ്രോ, വെർ ഈസ് ദ ബ്രേക്ക്? അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെല്ലൊക്കെ ഉണ്ട്. മുസ്തഫ
What do you feel about the cycling? What do you feel about the cycling? What do you feel about cycling? It's amazing. Amazing, the best cardio. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 സ്റ്റിയറിംഗ് ഉണ്ട്. കുഞ്ഞു വാവയ്ക്കുണ്ട്, പിന്നെ നമുക്ക് 2 ആൾക്കുള്ളതുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ. ഇവിടെ എല്ലാവരും പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി സീനാട്ടോ. ഇനി ഇവിടെ അപ്പുറത്തോടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമ്മളപ്പോൾ ഇത് കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. വണ്ടി ഫുൾ കടപ്പടയാട്ടോ ഗൈസ്. I guess the bicycle will break now. Like Tom Jerry. The tunnel will go. Yeah. Ice വണ്ടിയാണ്. Ice cream. അങ്ങനെ ഞാൻ മുസ്തഫാനെ ഒരു ഡ്രൈവർ ആക്കിയേക്കാണ്. ഡ്രൈവർ മുസ്തഫ, ഗോ ഹെഡ്. നമ്മൾ ഇത് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇത് ശരിക്കും 4 ആൾക്ക് ഇരിക്കണ വണ്ടിയാ. അപ്പൊ നമ്മൾ ഊബർ സർവീസ് ഇൻ ചൈന ബൈ മുസ്തഫ. മുസ്തഫ എനിക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ച് തരുന്നുണ്ട്. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ആ ലേക്കിലോട്ട് വരുന്ന കണക്ഷനാണിത്. നമ്മൾ കുറേ ഓടിച്ച് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയേക്കാണിത്. എൻ്റെ ഡ്രൈവർ ഉണ്ട് ഇവിടെ. ഡ്രൈവർ മുസ്തഫ ഹബീബി. ദാമിങ് പാലസിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇത് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവമാണ്, അല്ലാണ്ട് മെയിനായിട്ടുള്ള, അതായത് റിയൽ ആയിട്ടുള്ള ഒരു കവാടമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ വലിയൊരു പാർക്കാണ്. ഇവിടെ മുസ്തഫ ഉണ്ട്. മുസ്തഫ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പിള്ളേർ ഡാൻസിൻ്റെ എന്തോ ഫോട്ടോഷൂട്ടിൻ്റെ എന്തോ കാര്യമായിട്ട് വന്നേക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ വണ്ടി വന്നത്. പിന്നെ ഇവിടെ അങ്ങനെ പാർക്ക്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടാണ്, ആ സൈഡിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആ പാലസിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ കണ്ടത് അവിടെ ആയിരുന്നു. മ്യൂസിയമൊക്കെ അവിടെ ആയിരുന്നു. ഇവിടെ കുഞ്ഞു പിള്ളേരുടെ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ കോസ്പ്ലേൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പാലസിൻ്റെ ഇതൊക്കെ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞേക്കാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇത് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ മുസ്തഫയുടെ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ. And if you didn't subscribe now. Subscribe now. Okay. Bye-bye. പുതിയ വിശേഷങ്ങളുമായി കാണാം. Bye. Bye.